നമസ്കാരം. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശഭരിതമായ ദിവസങ്ങളിലാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് കേരളം ചർച്ച ചെയ്യുന്നത്? വരുന്ന 3 ദിവസങ്ങളിലായി കേരളത്തിൻ്റെ 3 മേഖലകളിൽ, തെക്കൻ മേഖലയിലും മധ്യമേഖലയിലും വടക്കൻ മേഖലയിലും മാതൃഭൂമി ന്യൂസ് സംഘം ഗ്രൗണ്ടിൽ നിന്ന് എന്താണ് കേരളം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത് എന്ന് നിങ്ങളോട് പറയുകയാണ്. തെക്കൻ മേഖല പഞ്ചായത്ത് സംവാദം പത്തനംതിട്ടയിലാണുള്ളത്. പത്തനംതിട്ടയുടെ സവിശേഷത എന്ന് പറയുന്നത് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ വിഷയങ്ങളുടെയും ഭൂമിക എന്നുള്ളത് പത്തനംതിട്ടയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇന്ന് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ദിവസങ്ങളെ സ്ഫോടനാത്മകമാക്കിയ വിഷയം രാഹുലിന്റെ ജില്ല പത്തനംതിട്ടയാണ്. മറ്റൊന്ന്, മുൻ MLA ആയ പ്രമുഖ CPM നേതാവ് പത്മകുമാർ ജയിലിലാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസു ജയിലിലാണ്. ശബരിമല പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൻ്റെയും പ്രഭവ കേന്ദ്രം പത്തനംതിട്ടയാണ്. അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ, അദ്ദേഹം നഗരസഭാ ചെയർമാനാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് വക്താവ്. ഒപ്പം ശ്രീ ഷാജി രാഘവൻ, BJPയുടെ വക്താവ്. 3 പേരും എന്താണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്നത് എന്ന് പറയാൻ നമ്മോടൊപ്പം ഉണ്ട്. ആദ്യം ഇടതുപക്ഷത്തു നിന്ന് തുടങ്ങാം. ശ്രീ സക്കീർ ഹുസൈൻ, എന്തൊക്കെ വിഷയങ്ങൾ? ഇന്നിപ്പോൾ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യം തള്ളിയ വിഷയമുണ്ട്. നിങ്ങളത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊക്കെ ശബരിമലയുടെ കാര്യം ജനങ്ങൾ മറന്നുപോകും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇക്കിളിപ്പെടുത്തുന്ന കഥകളും വിവാദങ്ങളാക്കി മാറ്റുന്ന പ്രശ്നങ്ങളുമല്ല നിത്യജീവിതത്തിൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഈ നാട്ടിലെ സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ. ഇപ്പോ രാഹുൽ മാങ്കൂട്ടം വിഷയമൊന്നും നിങ്ങൾ ഉന്നയിക്കുന്നില്ലെന്നാണോ? അത് പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നം തന്നെയാണ്. പക്ഷേ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളം ചർച്ച ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികസന നേട്ടങ്ങളാണ്, നവകേരളത്തിൻ്റെ സൃഷ്ടിയാണ്, അതിദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്ത പ്രവർത്തനങ്ങളാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പൊതു ഫണ്ടിൻ്റെ 28% നൽകിയതാണ്. അങ്ങനെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ പിണറായി സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്നത്. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, താങ്കളും രാഹുൽ മാങ്കൂട്ടവും ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലെ മുഖ്യ വൈറലാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും താഴെത്തട്ടുള്ള പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. വീട് കയറുമ്പോൾ വീട്ടുകാരെ അഭിമുഖീകരിക്കാൻ കഴിയുന്നുണ്ടോ? വീട്ടുകാരെ മാത്രമല്ല, നാട്ടുകാരെയും തല ഉയർത്തിപ്പിടിച്ച് അഭിമുഖീകരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നെടുത്ത തീരുമാനത്തിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. ഇപ്പോൾ താങ്കൾ തുടങ്ങി വെച്ചല്ലോ ശബരിമല വിഷയം. ശബരിമല വിഷയത്തിൽ CPMന്റെ കോന്നി മുൻ MLA, ഇപ്പോൾ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം, ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് ശ്രീ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ ജയിലിലാണ്. പാർട്ടി ഒരു നടപടിയെടുത്തു. അവിടെ നമ്മൾ സ്വാഭാവികമായിട്ട് കമ്പയർ ചെയ്യണമെന്നേ. എന്തുകൊണ്ടാണ് പത്മകുമാറിനെ പാർട്ടി സംരക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടി സംരക്ഷിക്കാത്തത്? അവിടെ ശ്രീ ഷാജി രാഘവൻ, ഇപ്പോൾ സെൻട്രൽ പൊളിറ്റിക്കൽ നറേറ്റീവിൽ BJP ഉണ്ടോ? LDFും UDFും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമല്ലേ നടക്കുന്നത്? ഇത്തവണ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങൾ ഒരു ഓൾട്ടർനേറ്റീവിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ വിവാദങ്ങളൊക്കെ തന്നെ, ഈ ക്ലിപ്പെടുത്തുന്ന വിവാദങ്ങളും അഴിമതിയുടെ ഈ ആരോപണങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അത് ചർച്ച ചെയ്യപ്പെടാതെ മുമ്പോട്ട് പോകാനും പറ്റില്ല. എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിലുള്ള വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് പ്രവർത്തിക്കേണ്ടപ്പോൾ അവർ ചെയ്തത് കൊള്ളയല്ലേ, സ്വർണ്ണ കൊള്ളയല്ലേ ശബരിമല നടത്തിയത്? വികസനം ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിച്ച പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എങ്കിൽ നിർഭാഗ്യകരമായ സാഹചര്യം കേരളത്തിലുണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന പുതിയ സംഭവം, ഒരു ആഭാസത്തരം കാണിക്കുന്ന ഒരാളിനെ ഇത് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്ന തലകുമ്പിടേണ്ട അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. സമകാലീന കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവനും ജയിലിലേക്ക് പോകാൻ തുടങ്ങുന്നവനൊക്കെ ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. പണ്ട് നരബലി നടന്നപ്പോൾ നമ്മൾ കേരള സമൂഹത്തിൻ്റെ മുമ്പിലും ലോകത്തിൻ്റെ മുമ്പിലും നമ്മൾ പത്തനംതിട്ടയിലേക്ക് തലകുനിക്കേണ്ടി വന്നിട്ടുണ്ട്. സമാന സാഹചര്യമാണിത്. ഒരു വലിയ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് പ്രമുഖ 2 മുന്നണികളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. വിവാദങ്ങളിൽ അഭിരമിക്കുക എന്നുള്ളത് സ്ഥിരമായി തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ 2 മുന്നണികളും എടുക്കുന്ന ഒരു സമീപനം. വിവാദമായിരിക്കുമോ വോട്ടാവുക? ശ്രീ സക്കീർ ഹുസൈൻ, ഇവിടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ചൂണ്ടിക്കാണിച്ച ഒരു ഉദാഹരണമുണ്ട്. അവർ രാഹുൽ മാങ്കൂട്ടം MLAയെ പുറത്താക്കി, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ആദ്യം സസ്പെൻഡ് ചെയ്തു, പിന്നെ പുറത്താക്കി. നോക്കൂ, പത്മകുമാറിനെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പുറത്താക്കിയിട്ടുണ്ടോ? ഇല്ല. അവിടെ കോൺഗ്രസ് അല്ലേ നല്ല മാതൃക കാണിച്ചത്? കോൺഗ്രസ് ഒരു മാതൃകയും ഇക്കാര്യത്തിൽ കാണിച്ചില്ല. കേരളത്തിൻ്റെ പൊതു മനസാക്ഷി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ പാർട്ടിയിൽ നിന്നും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കണം എന്ന നിലയിലേക്ക് ഉയർന്നു വന്നപ്പോൾ ഗത്യന്തരമില്ലാതെ ഇന്ന് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഡിസ്മിസ് ചെയ്തതിന് പിന്നാലെ ഒരു നടപടി
എടുത്തു എന്നത് മാറുന്നത്. കോൺഗ്രസിന്റെ സാഹചര്യം എന്താ? നടപടിയെടുക്കുന്ന ആളുകൾ ഈ പത്തനംതിട്ടയിൽ എത്ര ആളുകളെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാം. ഐഡന്റിറ്റി കാർഡ് വ്യാജമായി ഉണ്ടാക്കി ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി എന്ന് പറഞ്ഞപ്പോൾ അവർ കറക്റ്റീവായ മെഷേഴ്സ് അതിനകത്ത് എടുത്തോ? ഒരാൾക്ക് ഈ നാട്ടിലെ എല്ലാവർക്കും ഇടാൻ കഴിയുന്ന തരത്തിലുള്ള ഷൂസും അതോടൊപ്പം തന്നെ ജാക്കറ്റും കണ്ടുപിടിച്ചിട്ടില്ല. ഇവിടെ പത്മകുമാർ ജയിലിൽ കിടക്കുന്നു എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് പോലീസിന് കൃത്യമായ എല്ലാ നിലയിലുമുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പത്മകുമാർ ഇന്ന് ജയിലിൽ കിടക്കുന്നത്. അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായത് വ്യാജ ID കാർഡ് ഉപയോഗിച്ചിട്ടാണെന്ന്. ഇവിടെ 9.25 വർഷമായി ഈ സംസ്ഥാനത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പിണറായി വിജയനാണ് ഈ സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി. ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. കേസെടുത്തിട്ട് ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു കേസിൽ പ്രതിസ്ഥാനത്തേക്കെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നോ? ഇല്ല. എന്ന് വച്ചാൽ ഈ ആരോപണം വ്യാജമാണെന്നാണ്. നോക്കൂ, എത്ര വിചിത്രമായിട്ടാണ് CPMന്റെ പ്രതിനിധി ഈ വിഷയങ്ങളെ ന്യായീകരിക്കുന്നത്. പത്മകുമാർ ജയിലിൽ കിടക്കുന്നു. എന്തിൻ്റെ പേരില്ല? കോടാനുകോടി അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ ശബരിമലയുടെ ശ്രീകോവിലിൽ നിന്ന് തന്നെ സ്വർണം അടിച്ചു മാറ്റിയതിൻ്റെ പേരിൽ പത്മകുമാർ ജയിലിൽ കിടക്കുകയാണ്. എന്നിട്ട് പറയുന്നതോ CPMന്റെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ കമ്മീഷണർ, ആ സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത ഒരു കേസിൻ്റെ പിൻബലത്തിൽ ഹൈക്കോടതി തന്നെ നിയോഗിച്ച, ഹൈക്കോടതി തന്നെ കണ്ടെത്തി നിയമിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കുന്നത്. അവരുടെ മേൽ പോലീസ്, കേരളത്തിലെ സർക്കാരിന് യാതൊരു നിയന്ത്രണവുമില്ല. എന്നിരിക്കെ ഞങ്ങളാണ് പിടിച്ചത് എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ജനാധിപത്യപരമായി ചെയ്യാൻ കഴിയുന്ന, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനിച്ച് ചെയ്യാൻ കഴിയുന്ന എല്ലാ നടപടിയും സ്വീകരിച്ചു എന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ പത്മകുമാറിൻ്റെ കാര്യത്തിലോ, പോട്ടെ മുകേഷിൻ്റെ കാര്യത്തിലോ അങ്ങനെ പറയാൻ പോയാൽ P ജയരാജനും EP ജയരാജനും നമ്മുടെ P ശശിയും ഉൾപ്പെടെയുള്ളവരെ സംബന്ധിച്ചോ, ഇവിടെ ഈ പത്തനംതിട്ടയിൽ തന്നെ ജില്ലയിൽ തന്നെയല്ലേ ഒരു സഹോദരി ഇതിൽ പറഞ്ഞത് മറ്റേത് തീവ്രത കൂടിയതും ഇത് തീവ്രത കുറഞ്ഞതുമാണെന്ന്. ഈ സഹോദരി എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്? ഷാജി ആർ നായർ, ഇപ്പോൾ BJPയെ സംബന്ധിച്ച് നോക്കൂ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നോക്കിയാൽ സ്ഥാനാർത്ഥി ആകാൻ ആഗ്രഹിക്കുന്നവർ ആത്മഹത്യ ചെയ്യുന്നു, കൗൺസിലർ ആയ ആള് ആത്മഹത്യ ചെയ്യുന്നു. കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് രണ്ട് മുന്നണികൾക്കിടയിലുള്ള ബൈപോളാർ പൊളിറ്റിക്സിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണോ എന്നുള്ള ആശങ്ക പ്രവർത്തകർക്ക് തന്നെ തോന്നുന്നു. എന്താണ് BJPക്ക് ഒരു ചലനാത്മകമായി മുന്നോട്ട് പോകാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താണ് മുമ്പിലുള്ളത്? ബൈപോളാർ പൊളിറ്റിക്സ് അല്ല ഇവിടെ ഉള്ളത്. സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി അമിതമായ ആഗ്രഹം ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ലക്ഷണം തന്നെയാണ്. അവർ ചെയ്ത പ്രവൃത്തിയോട് എനിക്ക് യോജിപ്പില്ല. വളരെ കൃത്യമായിട്ട് അഭിലാഷ, കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട 2 കേസുകൾ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയായാലും ശരി, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമായാലും ശരി, ഇതിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന ഗവൺമെൻറ്റും കോൺഗ്രസും എടുത്തിരിക്കുന്നതെന്നേ. പത്മകുമാറിൻ്റെ കേസിൽ ആദ്യം തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഈ കേസ് ആദ്യം വരുന്ന സമയത്ത് ഇതിനൊരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാനമുള്ള കേസാണെന്നും രതീഷ് കപൂർ അങ്ങനെയുള്ള ഒരു കുറ്റവാളി, സുഭാഷ് കപൂർ അങ്ങനെയുള്ള ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി കേസിനെ പരാമർശിക്കുന്നത്. അപ്പോൾ ആ കേസിൻ്റെ മാനം സാധാരണ ജനങ്ങൾക്കൊക്കെ മനസ്സിലാകും. ആ കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. എന്തായിരുന്നത്? കേന്ദ്ര ഏജൻസി കേസ് അന്വേഷിക്കണം. എന്തേ ഇപ്പോൾ കോൺഗ്രസ് പിന്നോട്ട് പോകാൻ കാരണം? കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത്, UDF ഇരിക്കുന്ന സമയത്ത് ശിവകുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രി, അന്ന് ഈ ശിവകുമാറിൻ്റെ അനിയനൊരു ജയകുമാറാണ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ. 1,45,00,000 അഴിമതിയാണ്. വിജിലൻസ് അന്വേഷണം ഇപ്പോഴും നടക്കുക. പിണറായി വിജയൻ നാളിതുവരെ അന്വേഷണം തീർത്തിട്ടില്ല. അത് വേറൊരു കാര്യം. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി. അതിനോടൊപ്പം തന്നെ അതിനെ ഏറെ മാനസികമായി പീഡിപ്പിച്ച സൈബർ കൂട്ടങ്ങളുണ്ട്. ഷാഫി പറമ്പലിൻ്റെ കൂടഴിച്ച് നിങ്ങൾ വിട്ടില്ലേ? വെട്ടുക്കിളി ആക്രമിക്കുന്ന പോലെയല്ലേ ആ പെൺകുട്ടിയെ ആക്രമിച്ചത്? എന്തേ അവർക്കെതിരെ നടപടിയെടുത്തില്ല? ഒരു KPCC ജനറൽ സെക്രട്ടറി ഉണ്ട്, താങ്കളുടെയൊക്കെ ചങ്ങാതിയാണ്. അദ്ദേഹത്തിനെതിരെ എന്താ കോൺഗ്രസ് നടപടിയെടുക്കാത്തത്? നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾ ചോദ്യ രൂപത്തിൽ ചോദിക്കണം. അധിക്ഷേപങ്ങൾ യാതൊന്നും പാടില്ല. സഖാവ് സക്കീർ ഹുസൈനോടാണ് ചോദ്യം. ഇത്രയും വിഷയങ്ങൾ ഇവിടെ ആളിക്കത്തിയപ്പോൾ പത്മകുമാറിനെതിരെയോ അല്ലെ വാസുവിനെതിരെയോ ഒരു രീതിയിലും പാർട്ടി ഒരു നടപടി എടുത്തിട്ടില്ല. അതെന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് എനിക്കിപ്പോൾ ഇവിടെ ഉന്നയിക്കാനുള്ളത്. എന്താണ് പത്മകുമാറിന്റെ റോൾ? ഇവിടെ പറയുന്നത് കേട്ടാൽ തോന്നും മുഴുവൻ സ്വർണ്ണപ്പാളിയും എടുത്തുകൊണ്ട് പോയി. ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു തരി സ്വർണം പോലും അയ്യപ്പന്റെ. ആരാണ് ഇതിന്റെ ആരംഭത്തിൽ അകത്തായത്? കോൺഗ്രസുമായി ബന്ധപ്പെട്ട സംഘടനകളിൽ മിനിറ്റ്സിൽ സ്വന്തം കൈപ്പടയിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരു കാരണവശാലും, ഞാൻ സൂചിപ്പിച്ചല്ലോ, പത്മകുമാർ കർണാടകത്തിൽ BJPയുടെ തണലിലേക്ക് ഒളിവിൽ പോയില്ല. പത്മകുമാർ തെളിയിക്കട്ടെ പത്മകുമാറിന്റെ ഇന്നസെൻസ്. പാർട്ടി അല്ല, അതിനകത്ത് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. ഇവിടെ പെണ്ണുങ്ങളെ നശിപ്പിക്കുന്ന കാര്യത്തിൽ ആരും മോശക്കാരല്ല. ഒളിമ്പിക് ജേതാവായ പെൺകുട്ടിയെ നശിപ്പിച്ച കേസിൽ BJP MP
പ്രതിയാണ്. ഇവിടെ ഉന്നയിച്ച ഒരു ചോദ്യം പ്രസക്തമാണ്. ബ്രിജ്ഭൂഷൺ ശരണിനെ സംരക്ഷിക്കുന്ന നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറ്റം പറയാൻ എന്താ അവകാശം? നിയമപരമായും ജനകീയ കോടതിയിൽ അവന് വിധി പ്രഖ്യാപിച്ചിട്ടുള്ള കേസാണ്. ജനകീയ കോടതിയിൽ കൃത്യമായി വിധി എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിയമപരമായും അതിന് കൺക്ലൂഷൻ എത്തിയ ഒരു കേസ് തന്നെയാണ്. ശരി, കൂടുതൽ ചോദ്യങ്ങൾ. കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ എന്ത് നടന്നു, ഇനി വരുന്ന 5 വർഷക്കാലം ഇനി എന്താണ് നടത്താൻ പോകുന്നത്, അതിനെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ നടന്നിട്ടേ ഇല്ല. ശരി, എന്തുകൊണ്ടാണ് ജ്യോതികുമാർ ചാമക്കാല ഈ തെരഞ്ഞെടുപ്പിൽ വികസനം ഒരു ചർച്ചയാകാതെ പോകുന്നുണ്ടോ? ഇവിടെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തി ഈ സംസ്ഥാനത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ മുടക്കി മാമാങ്കം നടത്തിയിട്ട് പോയി. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഈ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ എത്ര മാസം കുടിശ്ശികയുണ്ടായിരുന്നു? തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തലയ്ക്കും ദിവസം ഏതെങ്കിലും ഒരു തവണ കൂടി അഡീഷണലായി കൊടുത്തുകൊണ്ട് തീരുമോ? ഇവിടെ ക്ഷേമനിധി ബോർഡുകളിൽ അംഗമായിട്ടുള്ളവർക്ക് അവരുടെ കുടിശ്ശിക 19 മാസമായി കൊടുത്തു തീർക്കാനുണ്ട്. ഇവിടുത്തെ കരാറുകാർക്ക് 10,000 കോടി രൂപ കൊടുത്തു തീർക്കുവാനുണ്ട്. എന്തിനേറെ പറയുന്നു, ഉച്ചക്കഞ്ഞി പാചകം ചെയ്ത് വിതരണം ചെയ്ത പാചക തൊഴിലാളികൾക്ക് പോലും ഇനിയും കൊടുത്തു തീർക്കുവാനുണ്ട്. KSEB ഉൾപ്പെടെ KSRTC ഉൾപ്പെടെ നാശത്തിൻ്റെ പടുകുഴിയിലാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തകർന്നിരിക്കുന്നു. ആരോഗ്യ മേഖലയിൽ തകർച്ച ഉണ്ടായിരിക്കുന്നു. സമസ്ത മേഖലയിലും ഈ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളൊന്നും വൈസ് ചാൻസലർമാരില്ല. ഈ സംസ്ഥാനത്തെ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 66 എണ്ണമുണ്ട്. ഒരിടത്തും പ്രിൻസിപ്പൽമാരില്ല. അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുമെന്നേ. ആ മേഖലയിലുള്ളതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വികസനമില്ലായ്മയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഈ പറയുന്ന പ്രാദേശികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഒപ്പം ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഇതെല്ലാം ചേർന്നുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇത്തരം കാര്യങ്ങളെല്ലാം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞത് അതിദാരിദ്ര്യമാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് നാളെ അതിദരിദ്രമുക്തമായി കേരളം മാറുമെന്ന പ്രഖ്യാപനമായിരുന്നില്ല. 64,000 ആളുകളെ കണ്ടെത്തുമ്പോൾ അതിന് നീണ്ട 4 വർഷക്കാലം നടത്തിയ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് അതിദരിദ്രരെ കണ്ടെത്തിയത്. ഇത് ചെകുത്താൻ വേദം പോകുന്നത് പോലെയല്ലേ? 18 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാക്കി ഇട്ടിട്ട് പോയ ആളുകൾ വന്നിട്ട് ഇവിടെ പറയുകയാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല. ക്ഷേമ പെൻഷൻ ഇനി 1 മാസത്തെ പോലും കുടിശ്ശികയില്ല. മാത്രമല്ല, ഞാൻ ചോദിച്ചുകൊള്ളട്ടെ, 1980-ൽ 45 രൂപയിൽ തുടങ്ങിയ ഈ ക്ഷേമ പെൻഷനിൽ ഇന്ന് 2000 രൂപ എത്തുമ്പോൾ കോൺഗ്രസിന്റെ സംഭാവന എന്താണ്? അതിൽ 100 രൂപയുടെ പ്രഖ്യാപനം മാത്രം. മാറി വന്ന സർക്കാരുകൾ 100 രൂപയുടെ പ്രഖ്യാപനം മാത്രം നടത്തിയ ശേഷം ഈ 45 രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ 2000 രൂപയായി മാറിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർച്ചയായ ഭരണത്തിന്റെ ഭാഗമാണ് എന്ന് കാണണം. എവിടെയാണ് ആരോഗ്യ മേഖല കുഴപ്പമുണ്ടായത്? 5000 കോടിയുടെയാണ് പൊതുവിദ്യാഭ്യാസം. നിങ്ങൾ വിറ്റിട്ട് പോയില്ലേ? അത് ലാഭകരമല്ല, അൺഇക്കണോമിക് എന്ന് പറഞ്ഞ് സ്കൂളുകളടക്കം അടച്ചുപൂട്ടിപ്പോയ ഈ പറയുന്ന UDF സർക്കാരിന് ബദൽ സൃഷ്ടിക്കുകയായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. UDFന്റെ കാലത്ത് 18 മാസത്തെ കുടിശ്ശിക ഉണ്ടെന്ന് ഈ സഖാവ് തെളിയിച്ചാൽ ഞാൻ ഇന്ന് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. ഞാൻ വെല്ലുവിളിക്കുക. ഞാൻ സംസാരിക്കട്ടെ. അതുപോലെ തന്നെ എന്തെല്ലാം കാരണങ്ങളുണ്ട് ഇവിടെ. ഞാൻ പറയുന്നത്, ഈ പറയുന്ന സഖാവിന് തോമസ് ഐസക്കിന് വിശ്വാസമുണ്ടോ? തോമസ് ഐസക്കിനെ വിശ്വാസമുണ്ടെങ്കിൽ നിയമസഭയിൽ കൊടുത്ത മറുപടിയുണ്ട്. അത് കൊടുക്കാത്തതിന് സാങ്കേതികമായ കാരണങ്ങളാണെന്ന് നിയമസഭയിൽ മറുപടി കൊടുത്ത നമ്മുടെ ധനകാര്യമന്ത്രിയുടെ പേരാണ് തോമസ് ഐസക്ക്. 1. 2, അതിദരിദ്രരെ കുറിച്ച് പറഞ്ഞു. 64,000 പേരെ പട്ടിക തയ്യാറാക്കിയെന്ന് പറഞ്ഞു. ഇതേ കഴിഞ്ഞ മന്ത്രിസഭയിൽ, ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മന്ത്രി മറുപടി കൊടുത്തിട്ടുണ്ട്. GRNൽ ഈ സംസ്ഥാനത്ത് എത്ര പേർക്കാണ് ഈ പറയുന്ന കാർഡ് AAY കാർഡുകൾ ഉള്ളത്? എത്ര പേർക്കാ? 5,95,000 പേർക്ക്. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കേണ്ടത്. നിയമസഭയിൽ ഒരു മന്ത്രി കൊടുത്ത മറുപടിയാണോ വലുത്, അതിനപ്പുറത്തേക്ക് പുറത്ത് പറയുന്നതാണോ? ഒരേ സമയം എത്ര പേർക്ക് ഒന്നിലധികം പെൻഷൻ കിട്ടിയിട്ടുണ്ട്? അതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഒറ്റ പെൻഷനെ പാടുള്ളൂ തീരുമാനിച്ചതാരാ? ഇടതുപക്ഷ സർക്കാരാ. ഒറ്റ പെൻഷനെ പാടുള്ളൂ തീരുമാനിച്ചതാരാ? ഇടതുപക്ഷ സർക്കാരാ. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ 57 മാസത്തെ കുടിശ്ശിക നിങ്ങൾ പറയുന്ന 1,200, 1,400, 1,600 ആയിക്കോട്ടെ, 2,500 രൂപയ്ക്ക് ബാക്കി വരുന്ന 57 മാസത്തെ കുടിശ്ശിക നിങ്ങൾ ഈ പാവങ്ങൾക്ക് കൊടുത്തു തീർക്കുമോ? കൂടുതൽ ചോദ്യങ്ങൾ. ബഹുമാനപ്പെട്ട സക്കീർ ഹുസൈനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഗവൺമെന്റ് ഹോസ്പിറ്റല് ജില്ലാ ആസ്ഥാനമായ ഹോസ്പിറ്റലായിരുന്നു. അത് പഞ്ചായത്തിന് കൊടുത്തത് ആരോഗ്യമന്ത്രിയും നഗര ചെയർമാനും തമ്മിലുള്ള പടലപ്പിണക്കത്തിൻ്റെതാണെന്ന് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. അങ്ങക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത്? ചോദ്യം നമ്പർ 1. രണ്ടാമത്തെ ചോദ്യം, ഇവിടെയുള്ള ഒരു ഫ്ലൈ ഓവർ അത് എന്തിനാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണം? ഇവിടെയുള്ള കച്ചവടക്കാരുടെ കച്ചവടം എല്ലാം പൂട്ടിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചും കൂടെ പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കുമെന്നും തിരുവനന്തപുരത്തെ ലോകത്തെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പട്ടണമാക്കി മാറ്റുമെന്നും പ്രഖ്യാപനം നടത്തിയിരിക്കുന്ന പത്തനംതിട്ട നിവാസിക്ക് ഒരു ഫ്ലൈ ഓവർ വരുന്നതിലെ ദഹനക്കേട് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അത് അവിടെ നിർത്തുന്നു. 2, ആരോഗ്യമന്ത്രിയും നഗരസഭാ ചെയർമാനും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. അതിൻ്റെ പേരിലല്ല ജനറൽ ഹോസ്പിറ്റൽ മാറ്റിയത്. അവിടെ ഉണ്ടായിരുന്ന കുടിശ്ശിക വാട്ടർ അതോറിറ്റിയുടെയും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും അരിയേഴ്സ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ആ തുക കൊടുക്കുന്നതിനായി നഗരസഭയ്ക്ക്
ഒരു തരത്തിലും സാമ്പത്തികമായിട്ടുള്ള ശേഷിയില്ല എന്നും സർക്കാരിൻ്റെ കൈവശം ഇരുന്ന കാലഘട്ടത്തിലെ തുക സർക്കാർ തന്നെ ഏറ്റെടുക്കണമെന്നും അല്ലെങ്കിൽ ആ നഗരസഭയുടെ അധീനതയിലുള്ള ജനറൽ ആശുപത്രി നിങ്ങൾ തന്നെ ഏറ്റെടുത്തുകൊള്ളൂ എന്ന് കൗൺസിലിൽ റെസൊല്യൂഷൻ പാസാക്കിയ ഐക്യജനാധിപത്യ മുന്നണിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കുറ്റവാളിയായി നിൽക്കുന്നത്. ഇവിടെ ഒരു സഹോദരിയായി ഇവിടുത്തെ ജനറൽ ആശുപത്രിയെ പറ്റി ചോദിച്ചപ്പോൾ സക്കീർ ഹുസൈൻ എന്തിനാ വികാരഭരിതനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ ചോദിക്കാൻ ശ്രമിച്ചത് ആഗ്രഹിച്ചത് എന്താണ്? ഇവിടെ ഒരു മേൽപ്പാലത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ എത്രയോ കാലമായിട്ട് ഈ പത്തനംതിട്ടയിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്നേ. അത് എന്തുകൊണ്ട് നിങ്ങൾ പൂർത്തീകരിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. പിണറായി വിജയൻ വലിയ അവകാശപ്പെടുന്നിട്ടുള്ള കേരളം 1ാം സ്ഥാനത്തെന്ന്. LDF-നോടും UDF-നോടും തന്നെയാണ് മാറി മാറി ഇവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പത്തനംതിട്ടയിൽ തന്നെ കഴിഞ്ഞ അടുത്തിടയ്ക്കുണ്ടായത് 61,000 വീടുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. ഈ 61 ഇപ്പം ഇവിടെ തന്നെ നമ്മൾ നോക്കിയാൽ മതി. ഇതിലെത്ര യുവാക്കളുണ്ട്, യുവത്വമായിട്ടുള്ള ആൾക്കാരുണ്ടെന്ന്. കാരണം യുവാക്കളായിട്ടുള്ള ആളുകളെല്ലാം ഈ പുറത്തു പോവുകയാണ്. അവർക്ക് വേണ്ടി തൊഴിൽ കിട്ടുന്ന എന്തെങ്കിലും വികസന പദ്ധതികൾ ഇതുവരെയെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഒന്നത്. രണ്ടാമത് ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ PM ശ്രീ പദ്ധതി. ശരി, ആദ്യം മൈഗ്രേഷന്റെ വിഷയം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ച് നോക്കൂ. ഏറ്റവും അധികം നിയമനം നൽകുന്ന ഇന്ത്യയിലെ സംസ്ഥാനം കേരള സംസ്ഥാനമാണ്. ഈ പറയുന്നത് പോലെ വലിയ മൈഗ്രേഷൻ ഇല്ല. മൈഗ്രേഷൻ ഉള്ളത് തന്നെ എന്താണ്? കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസ മേഖലയിലെല്ലാം കേരളം ആർജിച്ച ആ നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അമേരിക്കയിൽ നിന്ന് പോലും കാലിക്കറ്റ് കേരള സർവകലാശാലയിലേക്ക് കുട്ടികൾ പഠനത്തിന് വേണ്ടി എത്തുന്നു. അതുകൊണ്ട് എന്താണ് അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ എടുത്താണോ ഒരു കാര്യത്തെ അവലോകനം ചെയ്യുന്നത്? ഇവിടെ PM ശ്രീയെ കുറിച്ച് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ PM ശ്രീ നടപ്പാക്കിയിട്ട് കേരളത്തിൽ അത് നടപ്പാക്കുമ്പോൾ അതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. 2023 ഈ സംസ്ഥാനത്ത് നിന്ന് പുതുതായി വിദേശത്തേക്ക് പോയ വിദ്യാർത്ഥികളുടെ എണ്ണം ഏകദേശം 40,000-ലധികമാണ്. അങ്ങനെ പോകുന്ന കണക്ക് മാത്രം ഒരു വർഷം പുതുതായി പോകുന്ന കുട്ടികൾ മാത്രം ഒരു വർഷം കൊണ്ടുപോകുന്ന ഫീസ് ഇനത്തിൽ 8,000 കോടി മുതൽ 10,000 കോടി വരെ വിദേശത്തേക്ക് ഫീസ് ഇനത്തിൽ കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസം അല്ലെങ്കിൽ ജനറൽ എഡ്യൂക്കേഷൻ നല്ലതായതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നതെന്നൊക്കെ പറയുന്നതിന് ഒരു അടിസ്ഥാനവുമില്ല. 2 PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂട്ടായ തീരുമാനമെടുക്കുന്ന ക്യാബിനറ്റിൽ ഇത്തരത്തിൽ PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച ശേഷം തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഒളിച്ചുപോയി ഈ പദ്ധതി ഒപ്പിട്ട ആളുടെ പേരാണ് ശിവൻകുട്ടി. ആ ശിവൻകുട്ടി അങ്ങനെ ഒപ്പിട്ടിട്ടുണ്ടോ എന്ന് മന്ത്രിസഭയിലെ സഹമന്ത്രിമാർ പിന്നീട് ചോദിക്കുമ്പോൾ പോലും ഒരക്ഷരവും മിണ്ടുന്നില്ല. മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് പുറത്ത് റിപ്പോർട്ട് ചെയ്തപ്പോൾ, വാർത്തകൾ പുറത്ത് വന്നപ്പോൾ അവസാനം ഗതി കെട്ടുകൊണ്ട് ഇത് സമ്മതിക്കേണ്ടി വന്നു. എവിടെയാണ് കൂട്ടുത്തരവാദിത്വം? കാരണം ക്യാബിനറ്റിൽ എടുത്ത തീരുമാനം പോലും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വേണ്ടി മാത്രം. അതാണ് ഇവിടുത്തെ ആരോപണം. ശരി, അതാണ് അഭിലാഷ PM ശ്രീ വിഷയത്തിൽ ഒരു കാര്യം പറയാം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ PM ശ്രീ പദ്ധതി ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ആ പണം മേടിച്ചെടുത്തിട്ടുണ്ട്. KC വേണുഗോപാലിന് കേരളത്തിലെ പാവപ്പെട്ടവൻ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ജോൺ ബ്രിട്ടാസ് KC വേണുഗോപാലിനെതിരെ ഉന്നയിച്ച ഒരു ആരോപണത്തെക്കുറിച്ച് മാത്രം BJPയുടെ പ്രതിനിധി സംസാരിച്ചു. എന്നാൽ BJPയുടെ തന്നെ കേന്ദ്രമന്ത്രി സഭയിൽ ഫ്ലോറിൽ പറഞ്ഞത് ഈ PM ശ്രീ പദ്ധതിക്ക് മധ്യസ്ഥരായി നിന്നത് ജോൺ ബ്രിട്ടാസ് ആണ് എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം മനഃപൂർവ്വമായി മറക്കുകയാണ്. അവിടെയാണ് ഇവർ തമ്മിലുള്ള ബാന്ധവം നിലനിൽക്കുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം, സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം. BJPയുടെയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് മഹാനായ ഏബ്രഹാം ലിങ്കൻ്റെ ഗെറ്റിംഗ്സ്ബർഗ് പ്രസംഗമുണ്ട്. ഡെമോക്രസി ഈസ് ദ റൂൾ ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ. പക്ഷേ ഇവിടെ ഇലക്ട്രോണിക്സ് മെഷീൻ കൊണ്ടുവന്നു. അത് കോൺഗ്രസും കേന്ദ്രത്തിൽ ഇരിക്കുമ്പോഴും BJP ഇരിക്കുമ്പോഴും ഉപയോഗിക്കുന്നു. ബ്രസീലിൽ ഒരു മോഡലിൻ്റെ ഫോട്ടോ വെച്ച് 22 വോട്ട് ചെയ്തിരിക്കുക. അമേരിക്കയിലും UK-യിലും യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം മെഷീൻ നിർത്തി പഴയ പോലെ ബാലറ്റാണ്. എന്തുകൊണ്ടാണ് അത് ഇവിടെ നടപ്പാക്കുന്നില്ല? ഇപ്പം തന്നെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക. എന്തെങ്കിലും ഒരു ചൂടുണ്ടോ? താൽക്കാലികമായി ഒന്നും പറയാനില്ലാത്തപ്പോൾ, കാരണം അഴിമതിയുടെ ലെവലേശമില്ലാത്ത ഒരു ഭരണമാണ് കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട് കേന്ദ്രത്തിലുള്ളത്. ഒരഴിമതിയെപ്പറ്റി കൃത്യമായ ബോധ്യത്തിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആരോപണം പോലും നാളിതുവരെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ആകെ പറയാനുള്ളത് ഈ രാജ്യത്തെ സംരക്ഷിക്കപ്പെടേണ്ട ഭരണഘടനാ സ്ഥാപനങ്ങളെ പിടിച്ചൊന്നൊലക്കാനും അതിനെ അസ്ഥിരപ്പെടുത്താനുമുള്ള മനഃപൂർവ്വമായ ശ്രമം പ്രത്യേകിച്ച് കോൺഗ്രസ് ഈ രാജ്യത്ത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. പറഞ്ഞില്ലേ, ഹൈഡ്രജൻ ബോംബുണ്ട്, ആറ്റം ബോംബുണ്ട്. ഏതോ ഒരു സിനിമയിൽ പറയുന്ന പോലെ അവസാനം പവനായി ഷവായി എന്ന് പറഞ്ഞ പോലെ ആയില്ലേ ഈ ആരോപണങ്ങളൊക്കെ തന്നെ. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ശ്രീ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ മറുപടി പറയാൻ ഇലക്ഷൻ കമ്മീഷനോ കേന്ദ്ര സർക്കാരോ ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഇപ്പോഴും നിൽക്കുകയാണ്. അത് മറന്നുകൊണ്ട് BJP പ്രതിനിധി സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കല്ലേ. ഇലക്ഷൻ കമ്മീഷന് ഇതിന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ളതും ഈ കേന്ദ്ര സർക്കാർ തന്നെയാണ് എന്ന കാര്യവും ഞാൻ ഇത്തരണത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ശരി, അടുത്ത ചോദ്യം. അല്ലല്ല, അതിൽ തിരുത്ത് കേന്ദ്ര ഗവൺമെന്റ് അതിനകത്തൊരു മറുപടി പറയേണ്ട കാര്യമില്ല. ഇലക്ഷൻ കമ്മീഷൻ പറയണം. ഇവിടെ BJPയുടെ വക്താവിനോടാണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. നിങ്ങളിപ്പോൾ ഈ PM ശ്രീ കൊണ്ടുവരുന്നത് നിങ്ങളുടെ സംഘപരിവാർ രാഷ്ട്രീയം മുഴുവൻ വിദ്യാർത്ഥികളിലും അടിച്ചേൽപ്പിക്കുക എന്നതിലുപരി
₹1 പെട്രോളിന് കൂടിയപ്പോൾ കാളവണ്ടി എടുത്ത് ഇറങ്ങിയ നിങ്ങൾ 60 രൂപയ്ക്ക് പെട്രോൾ തരുമെന്ന് പറഞ്ഞ് നിങ്ങൾ 15 വർഷമായി ഇലക്ഷൻ കമ്മീഷനെ കളിപ്പാവകളാക്കി നിങ്ങൾ വിജയിച്ചു വരുമ്പോൾ വികസനം യുവാക്കൾക്ക് കണ്ടറിയാൻ പറ്റണം. എന്ത് വികസനമാണുള്ളത്? ഈ പദ്ധതിയും കീഴിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുക, ആ തുക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ശ്രീ KC വേണുഗോപാൽ ഇടപെട്ടുകൊണ്ട് കേന്ദ്രവുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ആ തുക സംസ്ഥാനങ്ങൾക്ക് മേടിച്ചു കൊടുത്തു എന്നുള്ളതൊരു നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാനും അല്ല പറഞ്ഞത്, ശ്രീ ബ്രിട്ടാസ് ആണ് പറഞ്ഞത്. ഇത് ശ്രീ ബ്രിട്ടാസ് ആണ് പറഞ്ഞത്. പ്ലീസ്, KC വേണുഗോപാലിനെ പോലൊരു നേതാവിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു പോരുത്. വസ്തുതാപരമായി സംസാരിക്കണം. എന്താ? അല്ലല്ല, ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, അത് പറയുമ്പോഴാണ് താങ്കൾ ഇടപെട്ട്. ഞാൻ പറയുന്നു, ഇത് BJP പറഞ്ഞതല്ല. ഈ രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ ഒരു MP ജോൺ ബ്രിട്ടാസ് ഇന്ന് പാർലമെന്റിന് പുറത്ത് വന്ന് പറഞ്ഞ കാര്യമാണ്. ഇത് ഈ വിദ്യാഭ്യാസ പദ്ധതി എന്തോ ദോഷമുണ്ടാകുമെന്ന്. സാർ, ഈ കേരളത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഈ പത്തനംതിട്ടത്തിൽ തന്നെ നവോദയ വിദ്യാലയം ഉൾപ്പെടെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ പലതുണ്ട്. ഇവിടെയൊക്കെ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ തിരുവനന്തപുരത്ത് പട്ടം കേന്ദ്രീയ വിദ്യാലയമുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് PM ശ്രീ പദ്ധതി അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. പല MLA-മാരുടെയും പല മന്ത്രിമാരുടെയും പല IAS ഉദ്യോഗസ്ഥന്മാരുടെയും മക്കൾ പഠിക്കുന്ന സ്കൂളാണ് അത്. ആ കുട്ടികളൊക്കെ പഠിച്ച് പുറത്തു വന്ന് വർഗീയവാദികളായിട്ടുണ്ടോ? കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ? ഇത് ആരോടാണ് ഇത് പറയുന്നത്? അപ്പോഴും BJP-യുടെ നേതാവിന് ഒരു കാര്യം മറന്നുപോവുകയാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിയെയല്ല വിശ്വാസം, ജോൺ ബ്രിട്ടാസിനെയാണ് വിശ്വാസം. അദ്ദേഹത്തിന്റെ മന്ത്രി പറഞ്ഞത് ജോൺ ബ്രിട്ടാസ് കേരളത്തിന് വേണ്ടി ഇടനിലനിന്നു എന്നാണ്. അത് അദ്ദേഹം ഒരിക്കൽ പോലും ആവർത്തിക്കുന്നില്ല. മറിച്ച് KC വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിക്കാൻ മാത്രമാണ് അദ്ദേഹത്തിന് ശ്രമിക്കുന്നത്. നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു തരട്ടെ. ഇവിടെ വികസനത്തെ കുറിച്ച്, എന്ത് വികസനമാണ് ഇവിടെ നടത്തുന്നതിനെ കുറിച്ച് മാത്രം പറയുക. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ചെറുപ്പക്കാരുടെ പ്രതിനിധിയായി ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞല്ലോ, അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തെ റീക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പുതുതായി, അതായത് പരമ്പരാഗത നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികളെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് RSS നേതാക്കന്മാരെ ആ സ്ഥാനത്തേക്ക് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഈ PM ശ്രീ പദ്ധതിയിലൂടെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അത് ഗൗരവമുള്ള വിഷയമാണ്. അതൊരു ഗൗരവമുള്ള വിഷയമാണ്. അതിന്റെ പ്രതിഫലനമാണ് ആ ചെറുപ്പക്കാരിൽ നമ്മുടെ കണ്ടത്. ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായിട്ടുള്ള അപകടത്തെ തുടർന്ന് പ്രധാനമന്ത്രി നാട്ടിൽ വന്ന് കേരളത്തിലെത്തി ഒരു കുഞ്ഞിനെ എടുത്ത് മുത്തം കൊടുത്തതല്ലാതെ നയാ പൈസ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിന് അർഹതപ്പെട്ട പണം നൽകാൻ തയ്യാറായിട്ടുണ്ടോ? കേരളത്തിൽ ദേശീയ പാത വികസനമുണ്ടായി. ഞാൻ ചോദിക്കട്ടെ BJP പ്രതിനിധിയോട്, ഈ കേരളമല്ലാതെ ഈ നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ 25% കൊടുക്കണമെന്ന് വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ടോ? മറ്റൊരു സംസ്ഥാനവും കൊടുക്കുന്നില്ല. കേരളത്തിന് 25% ഭൂമി ഏറ്റെടുക്കേണ്ടതായി കൊടുക്കേണ്ടതായി വരുന്നു. ഇങ്ങനെ ഓരോന്നും എടുത്താൽ പത്തനംതിട്ടയ്ക്ക് ലഭിക്കേണ്ടത് അടക്കമുള്ള പ്രശ്നങ്ങളാണ്. ഇത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കേരളത്തിന്റെ ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട എത്രയോ ഗ്രാന്റാണ് കുറഞ്ഞിരിക്കുന്നത്. 10 കോടി ഉണ്ടായിരുന്നത് ഇപ്പോൾ 1,80,00,000 അതിനിടയിലാണ് ഈ നാട്ടിലെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത് എന്നുകൂടി കാണേണ്ടത്. ശരി, അപ്പോൾ വികസനം, ക്ഷേമം, വിവാദങ്ങൾ, ഇങ്ങനെ നമ്മുടെ രാഷ്ട്രീയ ഭൂമികയെ ഉഴുതുമറിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ഒപ്പം അതാത് ഇടങ്ങളിലെ തദ്ദേശീയമായ പ്രശ്നങ്ങളും. അങ്ങനെ നമ്മൾ ജനാധിപത്യത്തിന്റെ ഒരു വലിയ ഉത്സവത്തിലേക്ക് കടക്കുമ്പോൾ പത്തനംതിട്ടയിൽ നിന്നാണ് നമ്മൾ തെക്കൻ മേഖല സംവാദം നടത്തിയത്. അതിഥികളായ 3 പേർക്കും നിങ്ങൾ ഈ വലിയ ജനക്കൂട്ടത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ രാത്രി ഇവിടെ പറയുന്നു. താങ്ക് യു.